അപ്പോഴത്തേക്ക് അമ്മാവൻ ഓടി വന്ന് എൻ്റെ ഭാര്യ പിടിച്ചാൻ ശ്രമിച്ചെങ്കിലും ഇവരും 3 പേരോട് എന്നെ അടിക്കുകയായിരുന്നു. ഇവൻ വടികൊണ്ട് തലയ്ക്ക് അടിച്ചപ്പോൾ തന്നെ താഴെ വീണു. എന്ന് വെച്ചാൽ എനിക്ക് തരാനും മേടിക്കാനും ഒന്നും ഒരു മനുഷ്യരും ഇല്ല. ഞാൻ ഇറങ്ങിപ്പോയെങ്കിലേ എനിക്ക് കഴിയാൻ പറ്റും. എന്തായാലും 4-5 മാസം ഞാൻ വീട്ടിൽ കടക്കാനുള്ളതാണ്. എന്നെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. എന്നാലും ഈ 3 പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. പിണങ്ങിക്കഴിയുന്ന ഭാര്യ വീട്ടിൽ മകളെ കാണാനെത്തിയ യുവാവിന് ഭാര്യ ബന്ധുക്കളുടെ ക്രൂരമർദ്ദനം. ഇരുമ്പ് വടികൊണ്ടുള്ള ആക്രമണത്തിൽ തലയ്ക്ക് 14 തുന്നലുകളും കാലൊടിഞ്ഞ് അനങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് നാവായിക്കുളം സ്വദേശിയായുള്ള സുധീഷ്. രണ്ടു മാസം കൊണ്ട് എൻ്റെ മക്കൾ എൻ്റെ കൂടെ ആയിരുന്നു. മൂത്ത മോള് പിണക്കത്തിലാണ് ഭാര്യയും ഞാനും. അപ്പോൾ ഞാൻ ഒരു പണിയും കഴിഞ്ഞ് എനിക്ക് പെയിൻറ്റിങ്ങാണ് ജോലി. രാത്രി ഒരു 8 മണിയായപ്പോഴത്തേക്ക് ഞാൻ 3 നേരം തിരക്കി പോയി. എന്നെ കൊടുത്തിട്ട് വരാൻ പറഞ്ഞ് പോയി. അങ്ങനെ പിള്ളേരെ വിളിച്ചപ്പോൾ പിള്ളേർ ഇറങ്ങി വന്നില്ല. അങ്ങനെ ഞാൻ ഭാര്യ 2 പള്ളു വിളിച്ചു. പള്ളു വിളിയായിട്ട് എൻ്റെ അമ്മാവീരെ ചേട്ടത്തിയുടെ മോളമ്മ ഇത് കേട്ട് ഇറങ്ങി വന്ന് ഇവർ വീട്ടിൽ കയറിയിട്ട് ഓടിക്കൊണ്ടുവന്ന് എന്നെ പിടിക്കുകയും അടിക്കുകയായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മാവൻ ഓടി വന്ന് എൻ്റെ ഭാര്യ പിടിച്ചാൻ ശ്രമിച്ചെങ്കിലും ഇവരും 3 പേരോട് എന്നെ അടിക്കുകയായിരുന്നു. ഇവൻ വടികൊണ്ട് തലയ്ക്ക് അടിച്ചപ്പോൾ തന്നെ താഴെ വീണു. നാട്ടുകാരെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. കുറേ പിള്ളേർ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആരും പുറത്തു വിടുന്നില്ല. ഇവരെ പേടിച്ചാരും വെളിയിൽ പറയത്തില്ല. ഇവർ വീഡിയോ കയറി അടിയാണ് ഇവരുടെ ജോലി. ആരും ഒന്ന് സാക്ഷി പറയാൻ പോലും ആരും വരത്തില്ല. എനിക്ക് വേണ്ടി ഞാനും എൻ്റെ അമ്മയെ മാത്രമേ ഇവിടെ ഈ നാട്ടിലുള്ളൂ. എനിക്ക് സ്വന്തക്കാരോ ജാതിക്കാരോ വേറെ ആരുമില്ല. എന്നാൽ വധശ്രമം നടത്തിയ പ്രതികളെ പിടികൂടാതെ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന സുധീഷിനോട് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് കല്ലമ്പലം പോലീസ് പീഡിപ്പിക്കുന്നതായും പരാതി. നാവായിക്കുളം നൈനംകോണം കോളനി കാട്ടിൽ വീട്ടിൽ സുധീഷാണ് ഭാര്യ വീട്ടുകാരുടെ ക്രൂരമർദ്ദനമേറ്റത്. പെയിന്റിംഗ് തൊഴിലാളിയായ സുധീഷ് കഴിഞ്ഞ 3 മാസമായി ഭാര്യയുമായി പിണങ്ങിക്കഴിയുകയായിരുന്നു. 11 വർഷം മുമ്പായിരുന്നു നാവായിക്കുളം സ്വദേശിനിയായ സുജിതയുമായുള്ള വിവാഹം. ഇവർക്ക് 3 കുട്ടികളുണ്ട്. ഇവിടെ നിന്ന് അവൻ ജോലിയും കഴിഞ്ഞ് വന്ന് ചോറുണ്ടോണ്ട് ഇവിടെ നിന്ന് നിന്നതാണ്. ഇവിടെ നിന്നിട്ട് അമ്മ ഇറങ്ങിപ്പോയി അപ്പുറത്ത് പോയെന്ന് പിന്നെ ഈ കൊച്ചുങ്ങൾ വിളിച്ചപ്പോഴാണ് പറഞ്ഞ അച്ഛമ്മ ഇവിടെ വന്നിരിക്കുന്നു പിടിച്ചോണ്ട് പോവാൻ. ഞാൻ ചെന്ന് പിടിച്ചപ്പോൾ ഇവൻ വന്നില്ല. ഞാനിങ്ങ് പോരുന്നു, നീ എന്തേരാ ചെയ്യുമെന്നും പറഞ്ഞു. ഞാൻ ഇങ്ങ് വന്നൊരു 15 മിനിറ്റ് കഴിഞ്ഞപ്പം യവനെ പിന്നെ ആൾ വരുന്നു. യവനെ എടുത്തിട്ട് അടിച്ച് ഊപ്പാട് വരുത്തി തലയും പൊളന്ന് കാലും ഓടിച്ച് റോട്ടിലിട്ടേക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഓടി ചെന്ന് നോക്കിയപ്പം ബോധവും ഇല്ല ബൊക്കണോ ഇല്ലാതെ രക്തത്തിൽ കുളിച്ച് കിടക്കുകയാണ്. ഒരു മനുഷ്യരും അനങ്ങുന്നില്ല. ഞാൻ ചെന്നപ്പോഴത്തേക്ക് അപ്പം ഇവിടുത്തെ ഈ വാർഡ് മെമ്പറാണെന്ന് തോന്നുന്നു. പിന്നെ സ്റ്റേഷനിൽ വിളിച്ച് 108 വിളിച്ച് വിട്ട് തന്നു. ആ പോലീസുകാർ വരുന്നത് വരെ ആ രക്തത്തിൽ കിടന്നു. അവിടെ പോലീസുകാർ വന്ന് ആംബുലൻസിൽ കയറ്റി വിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. തലയിൽ 16 തയ്യലുണ്ട്, കാലിൽ എക്സ്റേ എടുത്തപ്പോൾ പൊട്ടലുണ്ട്. വിട്ട് ഇനി അടുത്ത വെള്ളിയാഴ്ച കൊണ്ടുപോകണമെങ്കിൽ ഒരു വണ്ടി പിടിക്കാൻ 2000 രൂപ എൻ്റെ ഒരു നിവർത്തിയില്ല. ഞാൻ ഇങ്ങനെ കിടക്കുകയാണ്. പക്ഷെ അവർ കേസ് എടുത്തു പോലും എടുത്തില്ല പോലും. എത്ര മാസമാണ് ഇവിടെ കിടക്കുന്ന അത്രയും മാസത്തെ ചിലവിൻ്റെ പൈസ ഈ അടിച്ചവരവന് കൊടുക്കണം. എനിക്ക് നീതി കിട്ടണം മക്കളെ. എന്ന് വെച്ചാൽ എനിക്ക് തരാനും മേടിക്കാനും ഒന്നും ഒരു മനുഷ്യരും ഇല്ല. ഞാൻ ഇറങ്ങിപ്പോയെങ്കിലേ എനിക്ക് കഴിയാൻ പറ്റും. അവളെ സഹോദരൻ മെനങ്ങാന്ന് ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോയി. ഞാൻ ഇല്ലാതായിപ്പോയി. ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഒറ്റയടിക്ക് കൊന്നേനെയെന്ന്. ഇതൊക്കെയാണ് സംസാരങ്ങൾ. എനിക്കിത് ഇത്രേ പറയാനുള്ളൂ. എനിക്ക് നീതി കിട്ടണം. കല്ലമ്പലം പോലീസുകാർക്ക് ഒരു ശ്രദ്ധയില്ല. പാർട്ടിക്കാരെന്ന് കൈക്കൂലി മേടിച്ച് അവർ കളിക്കുന്ന കളിയാണ് ഈ പാർട്ടി. വാർഡ് മെമ്പറും പോലീസുകാരും കൂടെ കളിക്കുന്ന കളിയാണിത്. 3 കുട്ടികളുണ്ട്. ആ കൊച്ചുങ്ങൾക്ക് ചിലവിന് അവൻ്റെ ഉള്ളത് അവൻ കൊടുത്തോണ്ടിരിക്കുക തന്നെ. ഈ മൂത്ത കൊച്ചു ഇവിടെയാണ്. ഒരാഴ്ച കൊണ്ട് അതിനെ അങ്ങ് വിളിച്ചിട്ട് അതിനെ ഇങ്ങോട്ട് വിടൂല. അതാണ് അവൻ പോവാൻ കാരണം. കഴിഞ്ഞ ദിവസം മക്കളെ കാണാനായി സുജിതയുടെ വീട്ടിലെത്തിയതായിരുന്നു സുധീഷ്. എന്നാൽ കുട്ടികളെ കാണിക്കാൻ വീട്ടുകാർ തയ്യാറായില്ല. ഇതിനെ തുടർന്നുണ്ടായ തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സുജിതയുടെ ബന്ധുവായ വിജയ് കൃഷ്ണ എന്ന നന്ദു, സുജിതയുടെ പിതാവ് തുളസി, മാതാവ് ശകുന്തള എന്നിവർ ചേർന്ന് ഇരുമ്പ് വടി ഉപയോഗിച്ച് സുധീഷിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ സുധീഷിന് 14 തുന്നലുകളുണ്ട്. ഒപ്പം കാലിനും ഒടിവുണ്ട്. രക്തം വാർന്ന് റോഡിൽ കിടന്ന സുധീഷിനെ നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പോലീസ് വന്ന് ആംബുലൻസ് കയറ്റി തന്നെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി. അന്ന് പിറ്റേന്ന് രാവിലെ ഇവിടെ വന്ന് കേസ് കൊടുത്ത് കല്ലമ്പലം സ്റ്റേഷനിൽ കേസ് കൊടുത്തിട്ട് ഒരു വകുപ്പും ഉണ്ടായില്ല. നേരെ തിരുവനന്തപുരം ജഡ്ജിക്ക് DIGക്ക് കൊണ്ടുകൊടുത്ത്. അവിടെ നിന്ന് ഒരു വിളി വന്ന് ഒരു 5 മണിയായപ്പോൾ ഇവരെ തിരിച്ചടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് അമ്മാവിയും എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുപോയി കേസ് കൊടുത്തു. പറഞ്ഞ് കേസെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കേസെടുക്കാൻ പറഞ്ഞു. എന്തായാലും 4-5 മാസം ഞാൻ വീട്ടിൽ കടക്കാനുള്ളതാണ്. എന്നെ പിടിച്ചോണ്ട് പോകാൻ പറഞ്ഞു. എന്നാലും ഈ 3 പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. ഇതുവരെയ്ക്ക് അവർ അറസ്റ്റും ചെയ്തിട്ടില്ല. ഈ പാർട്ടിക്കാർ ഈ വാർഡിലെ മെമ്പർ ഉൾപ്പെടെ എല്ലാവരും കൂടെ ചേർന്നാണ് കളിക്കുന്നത്. ഇതെല്ലാവരും ചേർന്ന് ചെയ്യുന്നതാണ്.
ഇപ്പോൾ അവരെല്ലാം ഈ പാർട്ടിക്കാരാണ്, ഈ കോൺഗ്രസിൻ്റെ പാർട്ടിക്കാരാണ്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഇപ്പോൾ ഈ കളിക്കുകയാണ്. ഇപ്പോൾ ആരും തിരക്കി ഒന്ന് പോലീസുകാർ മാസ്റ്റർ എഴുതാനോ ഒരു മൊഴിയെടുക്കാനോ ഒന്നും വന്നിട്ടില്ല. ഇത് 5-ാം വാർഡാണ്. ആസിഫ് കടയിൽ മെമ്പർ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിവിടെ ഇല്ല. പക്ഷേ ഇവരെല്ലാം ഇവരെ കൂടെയാണ്. എൻ്റെ പെണ്ണുൾപ്പെടെ ഇവൻ വിളിക്കുന്ന സ്ഥലത്തെല്ലാം പോകുന്നതുകൊണ്ട് ഇവരെ കൂടെ നിൽക്കുകയുള്ളൂ. നമ്മളൊന്നും അങ്ങനെ പോകണില്ല. ഇത്രയേറെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചിട്ടും പ്രതികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കാനോ അറസ്റ്റ് ചെയ്യാനോ കല്ലമ്പലം പോലീസ് തയ്യാറായിട്ടില്ലെന്ന് സുധീഷിന്റെ കുടുംബം ആരോപിക്കുന്നു. മാത്രമല്ല, സുധീഷ് വീട് കയറി ആക്രമിച്ചു എന്നാരോപിച്ച് ഭാര്യാമാതാവ് നൽകിയ പരാതിയിൽ പരസഹായമില്ലാതെ പ്രാഥമിക കൃത്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയാതെ കിടക്കുന്ന സുധീഷിനോട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടതായും ആക്ഷേപമുണ്ട്. അവരിതിരിക്കും വന്നിട്ടില്ല, ഒന്നും പറയുന്നൊന്നുമില്ല. അവർ കേസ് കൊടുത്ത് ഇവിടെ വന്ന് അന്വേഷിച്ചിട്ട് അങ്ങ് പോയി. പിറ്റേന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വെച്ചോണ്ട് പറഞ്ഞു എൻ്റെ സ്റ്റേഷനിൽ ചെല്ലാം. ഞാൻ ഈ പരുവത്തി എങ്ങനെ പോകും? എന്നെ കൊണ്ടുപോകാനോ എടുത്തോണ്ട് പോകാനോ വഴിയെണ്ണം കണ്ടില്ല. ഈ വഴി എങ്ങനെ ഞാൻ പോകും? എന്നെ കൊണ്ടുവന്ന് വണ്ടിക്കകത്ത് കയറ്റാൻ പോലും ആളില്ല. പിന്നെ വണ്ടി കൂലി ഞാൻ ജോലിക്ക് പോയെങ്കിലും ഇവിടെ ഇറങ്ങി പോയെങ്കിലും ഞാൻ എൻ്റെ അമ്മ കഴിയുന്നത്. ഞാൻ എൻ്റെ 2 മക്കൾക്കും കൊടുക്കുന്നുണ്ട് ചിലവിന്. എൻ്റെ ആ മക്കളുടെ മൂത്തോള് വായിക്കുന്നു ചോദിച്ചു. പിന്നെ അവർ കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എൻ്റെ പേരിൽ കേസ് എടുത്തു, ഞാൻ ആ സർക്കാർ ചിലവിൽ ഞാൻ കിടന്നോളാമെന്ന് പറഞ്ഞു. രാത്രി ഒരു 8-8:30 മണിയാവും. തന്നെ കൊലപ്പെടുത്താൻ ശ്രമിച്ചവർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ഇരയെ വേട്ടയാടുന്ന സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് സുധീഷ് പറയുന്നു. 5 വർഷമായി വീട് ഇടിഞ്ഞിട്ട് എല്ലായിടവും കൊണ്ടുവന്ന് കൊടുത്ത് പരാതി. ഇതുവരെ ഇതിനൊരു അർമ്പാദവും ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ അമ്മക്ക് ചോദിക്കാനും പറയാനും ആരുമില്ല. എനിക്ക് ഞാനും എൻ്റെ മോനും ഉണ്ട്. അവരും വീട്ടിന് കൊടുക്കുന്നതും പാർട്ടി അനുസാരം അവരെ സ്വന്തക്കാർക്കും ബന്ധുക്കാർക്കും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ കിടക്കുന്ന ഈ മാടത്തിലാണ്. പിന്നെ ഒരു സമാധാനം ഉള്ളത് ആരും ഇറങ്ങിപ്പോകാൻ പറയില്ല. അത്രേ ഉള്ളൂ. എല്ലാം രേഖകളും മേടിച്ചു വെച്ചിട്ട് 2 കൊല്ലമായി. ഇതുവരെ ഒന്നിനും തന്നിട്ട് ആ രീതിയിലാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിവിടെ ബന്ധുക്കളാ സ്വന്തക്കളാ നമ്മളെ ആൾക്കാർ ആരുമില്ല. എല്ലായിടവും കൊടുത്തിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്നെല്ലാം മേടിച്ചും വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു അനക്കവും ഇല്ല. നല്ല വീട് ഇരുന്നവരൊക്കെ ഇടിച്ചു കളഞ്ഞിട്ട് വീട്ടിന് കൊടുത്ത്. അമ്മക്ക് അതും ഇല്ല. വിസ്മയ ന്യൂസ്, നാവായിക്കുളം.